ഹായ് ഓൾ, എല്ലാവർക്കും സൂര്യ ടോക്കിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ 21 ഡേയ്സ് ഓഫ് ജേർണലിംഗ് വിത്ത് സൂര്യയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഹോളിസ്റ്റിക് വെൽനെസ് ആണ് വേണ്ടത്. ആ ഒരു ഹോളിസ്റ്റിക് വെൽനെസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പാർട്ട്ണറുമായിട്ടാകാം, അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളുമായിട്ടാകാം, ആരുമായിട്ട് വേണമെങ്കിൽ, കുട്ടികളുമായിട്ടാകാം. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഫാമിലി റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാബിറ്റ്സുകളെ കുറിച്ചിട്ടാണ്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് അവയർനെസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ കല്യാണം കഴിച്ചപ്പം എനിക്ക് ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഹസ്ബൻഡ് വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ആളായിരിക്കണം എന്നുള്ള എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനായിരുന്നു. അപ്പം ഇത് ഞാൻ പറയുന്നത് ഒരു ഹെൽത്തി ഫാമിലി റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. അതായത് ഡൊമസ്റ്റിക് വയലൻസ് പോലുള്ള കാര്യങ്ങളെ അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തില്ല. ഇപ്പം നമ്മൾ സാധാരണ ഒരു റിലേഷൻഷിപ്പ്, നോർമൽ റിലേഷൻഷിപ്പ്, പക്ഷേ എന്നാൽ അല്ലറ ഇല്ലറ പിന്നെ കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പൊട്ടലും ചീച്ചിലുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പൊട്ടലും ചീച്ചിലും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള 2-3 ടെക്നിക്സാണ് പറഞ്ഞു തരുന്നത്. അപ്പം പറഞ്ഞു വന്നത് എൻ്റെ ഹസ്ബൻഡ് സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് കിട്ടിയ ആൾ തീരെ സംസാരിക്കത്തില്ല. പുള്ളിക്കാരൻ വളരെ ഇൻട്രോവേർട്ടാണ്. സംസാരിക്കുകയാണെങ്കിൽ വളരെ മിതമായിട്ട് 1-2 വാക്കുകൾക്കുള്ളിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കും. അത് തുടക്കത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കാരണം വളരെ പ്രൊആക്റ്റീവായിട്ട് വളരെ സംസാരിക്കുന്ന ഒരാളും തീരെ സംസാരിക്കാത്ത ഒരാളും കൂടെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ വേറെ പല കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു ഹിം. അതായത് പുള്ളിയുടെ പല പല കാര്യങ്ങളും അതിൽ എനിക്ക് ഒരുപാട് പുള്ളിയോട് നന്ദിയുണ്ട്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് വശം കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഇതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് ആളുടെ ഒരു നേച്ചറാണ്. ആ ഒരു നേച്ചറിനെ ഞാൻ ചേഞ്ച് ചെയ്യാൻ ഇങ്ങനെ ശ്രമിക്കും തോറും അത് എനിക്ക് ഭയങ്കര പ്രഷറാണ് വരുന്നത്. അപ്പം ഈ ഒരു അക്സെപ്റ്റൻസ് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് ആണ്. അത് തിരിച്ചും വേണം. ഇപ്പം ഞാൻ വളരെ പ്രൊആക്റ്റീവാണ്, വളരെ സംസാരിക്കുന്ന ഒരാളാണ്, ഞാനിങ്ങനെ ചിരിച്ചിൽ നിൽക്കുന്ന ആളാണ് എന്നുള്ളൊരു അക്സെപ്റ്റൻസ് എൻ്റെ ഹസ്ബൻഡിനും ഉണ്ട്. ആ ഒരു അക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ അടിപിടി ബഹളങ്ങളൊന്നുമില്ലാതെ തൽക്കാലം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ടച്ച്. അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സെൽഫ് ലവ് വളരെ അത്യാവശ്യമാണ്. സെൽഫ് ലവും സെൽഫിഷ്നെസ്സും നമ്മുടെ നാട്ടിൽ പൊതുവെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. സെൽഫിഷ്നെസ് വെച്ച് കഴിഞ്ഞാൽ സ്വാർത്ഥതയാണ്. അതും സെൽഫ് ലവും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുറയ്ക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് രാവിലെ 4:30-5 മണി സമയത്താണ്. അപ്പം എൻ്റെ വീട്ടിലെല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. അപ്പം ഈ വീഡിയോ ഞാൻ ഈ സമയത്ത് ചെയ്യാനുള്ള കാര്യം സെൽഫ് ലവ് ആണ്. അതായത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അത് വേറെ ആരെയും ബാധിക്കുന്നില്ല. ഞാനിപ്പം എൻ്റെ ജോലി ചെയ്യേണ്ട സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ കവിത എഴുതിക്കൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതാണ് സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം സെൽഫ് ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ആളുടെ കാര്യങ്ങളും നോക്കുന്നുണ്ട്, അതോടൊപ്പം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ശരിക്കും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ മാത്രമേ നമ്മളുടെ ഫാമിലിയിൽ സന്തോഷം വരത്തുള്ളൂ. കാരണം എനിക്ക് സന്തോഷിക്കാൻ പറ്റിയാലല്ലേ എനിക്ക് മറ്റുള്ള ആളിനെ സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ മസ്റ്റായിട്ടും, പ്രത്യേകിച്ചും സ്ത്രീകൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകളുടെ കാര്യം എടുത്തു വരാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് സെൽഫ് ലവ് എന്താ അറിയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് വാങ്ങിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുമോ, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്താണ് പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടും ത്രെഡ് ചെയ്യണമെന്ന് തോന്നുമെങ്കിൽ ത്രെഡ് ചെയ്യുമോ. അതൊക്കെ ചെയ്യുന്നതൊന്നും ഒരിക്കലും സെൽഫിഷ്നെസ്സേ അല്ല. മറ്റൊരാൾ ഒരിക്കലും നമ്മളുടെ സന്തോഷത്തിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് ആകാൻ പാടില്ല. നമ്മളായിരിക്കണം എപ്പോഴും നമ്മളുടെ സന്തോഷത്തിൻ്റെ സെൻട്രൽ പോയിന്റ്. അതുപോലെ തന്നെ നമ്മളെ നോക്കുന്നത് പോലെ മറ്റൊരാളും നോക്കത്തില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുമ്പോഴാണ് ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത് വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് വേഴ്സ് ഡിറ്റാച്ച്മെൻറ്റ്. ഇതും കുറച്ച് തെറ്റിദ്ധരിക്കുന്ന കാര്യമാണ്. ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ്, അടുപ്പമില്ല എന്നല്ല അർത്ഥം. അത് സ്നേഹം തന്നെയാണ്. പക്ഷേ അവിടെ എന്താണ്, നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്.
അറ്റാച്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബന്ധത്തിൽ ഇങ്ങനെ എന്താണ് ഉടുമ്പിനെ പോലെ ഇങ്ങനെ പിടിച്ചു വെക്കാന്ന് പറയും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ബന്ധത്തിൽ ഇങ്ങനെ ക്ലിഞ്ച് ചെയ്യാന്നത് ശരിയല്ല. അത് ക്ലിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബന്ധം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ബന്ധനമായിട്ട് മാറിപ്പോകും. ഇപ്പോൾ നമ്മളൊരു കമ്പെടുത്തു, ആ കമ്പ് നമുക്ക് മാക്സിമം ഇത്രയും വരെ വളയ്ക്കാം. അതിനപ്പുറത്തേക്ക് വളച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. പിന്നെ അതൊരിക്കലും നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. നമ്മൾ പിന്നെന്താണ് ഒരാൾ പോകുമോ എന്നുള്ളൊരു ഫിയർ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ അത് ഉടുമ്പിനെ പോലെ ഇങ്ങനെ ആ ഒരു ബന്ധത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഫുൾ ടൈം ഇങ്ങനെ നീ കഴിച്ചോ കുടിച്ചോ എന്താ നീ എന്താണ് അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ഫുൾ ടൈം ഇങ്ങനെ ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ എന്താ ഇഷ്ടമില്ലാഴിക എന്നല്ല അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് അല്ല അത്. ഡിറ്റാച്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെ ഇഷ്ടമാണ്, നമ്മൾ അവരെ നമ്മുടെ ലൈഫിൽ ചൂസ് ചെയ്തു, നമ്മൾ നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സമയം കണ്ടെത്തുന്നു. നമ്മൾ നമ്മുടെ അവർ പിന്നെന്താണ് 24 മണിക്കൂർ മെസ്സേജ് അയച്ചില്ലെങ്കിൽ നമ്മൾ വറി ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഡ്ഡം. ഇപ്പോൾ നമ്മൾക്ക് ഫാമിലി ലൈഫിലൊക്കെ ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യമായിരിക്കത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ലഡ്ഡം. ഇപ്പം ചില റിലേഷൻഷിപ്പ് നമ്മുടെ നമുക്ക് നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതെന്തായാലും പൊട്ടിപ്പോകും. അപ്പം അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അങ്ങനെ പൊട്ടിപ്പോകട്ടെ, ലഡ്ഡം. അങ്ങനെയല്ല, ഇപ്പം എന്താണ് ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ ഇപ്പം ചില എൻ്റെ ഹസ്ബൻഡ് ചില സ്വഭാവങ്ങൾ എനിക്ക് ചിലപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലഡ്ഡം, അത് പുള്ളിയുടെ ഇഷ്ടമായിരിക്കും, അതിനെ അങ്ങ് മാനിക്കാം. ഇപ്പം അത് നമുക്ക് എല്ലാ കാര്യത്തിലും പ്രയോഗിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ റിലേറ്റീവ്സ് ചിലപ്പോൾ എന്നെക്കുറിച്ച് ഗോസിപ്പിംഗ് ചെയ്തിട്ടുണ്ടാവും. അവരത് ചെയ്തോട്ടെ, എനിക്കെന്ത് വേണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ചെയ്യുക. അതായത് അവർ എന്തോ ആയിക്കോട്ടെ, നമ്മൾ നമ്മുടേതായിട്ടുള്ള ജോലികൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ലഡ്ഡമിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അത് കുട്ടികളുടെ കാര്യത്തിലും പറ്റും. കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പിന്നെ അഡൾട്ട്സ് അല്ലെങ്കിൽ ടീനേജേഴ്സാണ്. ഇപ്പം അഡൾട്ട്സുമായിട്ട് ടീനേജേഴ്സുമായിട്ടൊക്കെ വഴക്കുണ്ടാകാനുള്ള ഒരു പ്രധാന കാര്യം അവരെ ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണെങ്കിൽ സമ്മതിച്ചു കൊടുത്തേരെ, അവർ എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്തോട്ടെ, ചെയ്തിട്ട് അതിൻ്റെ അത് അവരത് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. അതാണ് ലഡ്ഡം എന്ന് പറയുന്നത്. കൊച്ചുകുട്ടികളായിട്ട് നമുക്കത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം കൊച്ചുകുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ. ആ തിയറി നമ്മൾ ഒരിക്കലും കൊച്ചുകുട്ടികളുടെ നേരെ പ്രയോഗിക്കാൻ പാടില്ല കേട്ടോ. അത് മെൽ റോബിൻസ് ആണ് ഈ തിയറി പറഞ്ഞിരിക്കുന്നത്. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് കുഞ്ഞു കുട്ടികൾക്ക് ബാധകമല്ല എന്നുള്ളത്. അടുത്ത് വരുന്ന ലെറ്റ് ആണ്. ലഡ്ഡം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റ് മീ എന്ന് പറയുന്നത്. നമ്മൾ അവരെ ആ കാര്യം ചെയ്യാൻ അനുവദിച്ചു, എന്നിട്ട് നമ്മളിങ്ങനെ ഫുൾ ടൈം വറി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ലെറ്റ് മീ അല്ല. അവരത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നമ്മളുടെ കാര്യം കൂടി ചെയ്യാം. ഇപ്പം എൻ്റെ പിന്നെ റിലേറ്റീവ്സ് വല്ലവരും എന്നെക്കുറിച്ച് ഗോസിപ്പിംഗ് ചെയ്തു എന്ന് വെച്ചോളൂ, നമ്മളത് കേട്ടു അവരെന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അയ്യോ അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഇരിക്കുന്നത് ഒരിക്കലും ലെറ്റ് മീ അല്ല. അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഞാൻ അടുത്ത എൻ്റെ ജോലികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നതാണ് ലെറ്റ് മീ എന്ന് പറയുന്നത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ലൈഫിൽ നിങ്ങൾ നന്ദി പറയാം, എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ നന്ദി പറയാം, നിങ്ങൾക്ക് ഒരു പിന്നെന്താണ് കാറുണ്ടെങ്കിൽ നന്ദി പറയാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങൾ കുട്ടി കാര്യങ്ങളാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ നിങ്ങൾക്കൊരു പിന്നെ സാരി മടക്കാൻ ഹെൽപ്പ് ചെയ്തു, ഈവൻ അതിനുപോലും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. കാരണം അതുപോലും ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദനയായിട്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ ഒരു കോഫി ഇട്ട് തന്നു, അതിന് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അത് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളൊക്കെ തീർന്നിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്സ്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് പലപ്പോഴും ചെയ്യാം. വീഡിയോ ലെങ്ത് കുറച്ച് കൂടിപ്പോയി, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക.